ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ LDF ആണ്. നമ്മൾ നിഷ്പക്ഷമായി കാണുന്നതാണ്. ഇപ്പം നമ്മൾ ഇന്ത്യ മുന്നണി എന്നുള്ള മുന്നണിയുണ്ട്, അത് നിലവിൽ വരണം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവിടുത്തെ അടുത്തും വലുതും ഒക്കെ, ഒരു വ്യത്യാസമില്ല. കുറച്ചുകൂടെ പറഞ്ഞാല് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ LDF ആണ്. നമ്മൾ നിഷ്പക്ഷമായി കാണുന്നതാണ്. ഒരു പാർട്ടി യോജിപ്പോ വിയോജിപ്പോ മനസ്സിലാക്കിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഈ മുന്നണിയുടെ വിജയമാണ് നമുക്ക് വേണ്ടത്. ആ മുന്നണി അധികാരത്തിൽ വന്നുകൊണ്ട് ഫാസിസം ഇവിടെ ഉണ്ടാക്കി തീർത്തിരിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, കരിനിയമങ്ങളുണ്ട്, അതൊക്കെ തുടച്ചു മാറ്റി ഇവിടുത്തെ സമാധാന ജീവിതവും ഭരണഘടനയുടെ നിലനിൽപ്പൊക്കെ നിലനിർത്തണം. അതിനുള്ള യത്നമാണ് എല്ലാവരും ചെയ്യേണ്ടത്. BJP വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയും കൂടുതൽ ശക്തമായി നിലപാട് സ്വീകരിക്കുന്നത് LDF ഉം CPM ആണെന്നാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത് എന്താണെന്ന് ചോദിച്ചാൽ BJPയുടെ ഈ ഫാസിസത്തിന്റെ ലക്ഷ്യം ഒന്ന് മുസ്ലിങ്ങളാണ്, പിന്നെ ക്രിസ്ത്യാനികളാണ്, മറ്റേത് കമ്മ്യൂണിസ്റ്റാണ് എന്നവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസത്തോട് സന്ധിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അവരുടെ നിലപാടാണ്. ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് അവർ കാണുന്നത് മുസ്ലിങ്ങളെയാണ്. ഇന്നലെ മോഡിയുടെ ഒരു പ്രസംഗമുണ്ട്, നമ്മളൊക്കെ കേട്ടതാണല്ലോ. മുസ്ലിങ്ങൾ ഇവിടെ രാജ്യം കൈയടക്കാൻ പോവുകയാണ്, സ്വത്തുക്കൾ കൈയടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നത് വർഗീയമായിട്ടുള്ള ശക്തമായ പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നടപടികൾ വേണ്ടതല്ലേ? അതിനെതിരെ CPM ആണ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അതെ അതെ. ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാഹുൽ തെക്കൻ. ഇപ്പൊ നമ്മളെ കണ്ട ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തി ഉമർ ഫൈസി മുക്കം EK വിഭാഗം, അതായത് ചേളാരി സംസ്ഥയുടെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഏറ്റവും പുതിയ അഭിപ്രായമാണ് ഈ ഇന്നിന്റെ വർത്തമാന സാഹചര്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഞാനിവിടെ ഇടാൻ കാരണം ഇതിന് മറുപടിയാണ് സമസ്തയുടെ, അതായത് EK സമസ്തയുടെ തന്നെ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ പഴയതാണ്. മറ്റേതോ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായത്തിന് കൊടുത്ത മറുപടിയാണ് ജിഫ്രി തങ്ങൾ. ആ ജിഫ്രി തങ്ങളുടെ കൂടെ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്നത് മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ആ വിഷയം നിങ്ങൾക്ക് കാണാം. ഉമർ ഫൈസിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അയാളുടെ വ്യക്തിപരമായ നിലപാടാണ്. അത് സംസ്ഥ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഉമർ ഫൈസിനെ നമ്മൾ എന്തായിട്ടില്ല, അധികാരപ്പെടുത്തിയിട്ടില്ല. ഏത് വിഷയത്തിൽ മൂപ്പർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആ അഭിപ്രായം മൂപ്പര് പറഞ്ഞു. നിങ്ങളാണ് സമസ്തന്റെ നേടിയത്, ആര് ചാനലേരും അത്രക്കാരൊക്കെ. ഉമർ ഫൈസി സമസ്തന്റെ തീരുമാനം എന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ രണ്ട് വിഷയം നമ്മൾ കണ്ടു. ഒന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞതും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞ വിഷയം. ജിഫ്രി തങ്ങൾ പറഞ്ഞത് കുറെ പഴക്കമുള്ളത് ഏതോ ഒരു വിഷയത്തിൽ വാർത്ത ചാനലിലെ അവതാരകർ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടിയാണ്. ഇത് ഉമർ ഫൈസി പറഞ്ഞത് ഏറ്റവും പുതിയ അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതായത് ഇപ്പം 2024 നടക്കാൻ പോകുന്ന ലോക്സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അഭിപ്രായപ്പെട്ട ഒരു ഇതാണ്. ഇവിടെ നമ്മൾ അതല്ല ഏറ്റവും ഫോക്കസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇത് വ്യാപകമായിട്ട് ആ വീഡിയോ ഇങ്ങനെ മറുപടി എന്നോണം ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ പറയാൻ കാരണം. ഇവിടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്തിന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യം അവരുടെ അടിസ്ഥാനമായിട്ട് അവരുടെ ബൈലോ അതിൽ പറഞ്ഞിട്ടുള്ളത് വഹാബിസത്തെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ പൊള്ളയായിട്ടുള്ള വാദങ്ങൾ ഇല്ലായ്മ ചെയ്യുക, സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽ അധിഷ്ഠിതമായി കഴിയുന്ന പണ്ഡിത സഭ, ആധികാരിക പണ്ഡിത സഭ, അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് വഹാബിസത്തെ ചില ആളുകൾ വളർത്തിയെടുക്കുന്നത്. ഇവിടെ സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചില ആളുകളുടെ ഇടപെടലും കടിഞ്ഞാണും ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസമാണ്. ഇപ്പൊ ഉമർ ഫൈസി മുക്കൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു വരണമെങ്കിൽ, ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ചേതോവികാരമുണ്ട്. എന്താണെന്നറിയോ? വഖഫ് സ്വത്തുകൾ. അത് ഈ സമീപ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടതാണ്. അനർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിൽ വഖഫിന്റെ സ്വത്തുകൾ അവര് കൈകാര്യം ചെയ്യുക, അവരെടുത്ത് എന്തെല്ലോ ചെയ്യുക. എന്താണ് ഈ വഖഫ് എന്ന് പറയുന്നത്? അത് വളരെ ഗൗരവമുള്ളതാണ്. സുന്നി ആശയപ്രകാരം പൂർവീകരായ ഒരുപാട് മഹാന്മാർ അവരുടെ സമ്പത്ത്, അവരുടെ ഭൂമി, അവരുടെ എല്ലാം ഈ പള്ളിക്കും അതുപോലെ തന്നെ മദ്രസയ്ക്കും ഇസ്ലാമികപരമായിട്ടുള്ള സുന്നി ആശയത്തിൽ വിശ്വസിക്കുന്ന ആദ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്തതാണ്. അത് മറ്റുള്ളവർ കൈകാര്യം ചെയ്യുക. ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം EK സമസ്തയും AP സമസ്തയും സംയുക്തമായിട്ട് ഗവൺമെന്റിനെ സമീപിക്കുകയും കുറച്ച് ചെറിയൊരു കാലയളവ് എടുത്തെങ്കിൽ പോലും അതിന് പരിഹാരം ഉണ്ടാകുന്ന രീതിയിലും നടപടി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ മുന്നോട്ട് വന്നു. അപ്പോ നമ്മുടെ പാർട്ടിക്കാരൊക്കെ ഇളകി. കാരണം നല്ലോണം കൊണ്ടു. കാരണം ഇവരാണ് ഈ വഹാബികളെ വളർത്തുന്നത്. യഥാർത്ഥത്തിൽ സുന്നി ആശയമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് തന്നെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നത് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആധികാരിക പണ്ഡിത സഭയായിട്ടുള്ള രണ്ട് സംസ്ഥകളാണ്. അതിന് ഒന്ന് നേതൃത്വം കൊടുക്കുന്നത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, മറ്റൊന്ന് ഈ സുലൈമാൻ മുസ്ലിയാരി AP വിഭാഗം. അതും ലോകം അറിയപ്പെട്ട പണ്ഡിതനായിട്ടുള്ള AP ഉസ്താദ് കമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാ സംഗതികളും. എന്താണ് യഥാർത്ഥത്തിൽ സുന്നി ആശയം എന്ന് പറയുന്നത്? ഒരാൾക്കും ഒരാളുടെ അധികാരമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭരണത്തിന്റെ മികവ് കൊണ്ടോ എന്തെങ്കിലും വരുതിയിലാക്കാം എന്ന് ശ്രമിക്കുന്നവർക്ക് ശക്തമായിട്ടുള്ള താക്കീത് കൊടുക്കുകയും ആയിരക്കണക്കിന് 10,000-കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും അഡ്വക്കേറ്റ്മാരായും ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും അവരുടെ വസ്ത്രവിധാനത്തിൽ ഒരു മാറ്റം വരുത്താതെ യശസ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ മത ഭൗതിക രംഗത്ത് അവരെ മികവാർന്ന രീതിയിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ശരാശരി സുന്നത്തി ജമാഅത്തിന്റെ ആശയം നിലനിർത്തുന്നതിൽ നല്ലൊരു പങ്ക് ഒന്നരായ AP ഉസ്താദ് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം EK വിഭാഗം ചേളാരി സമസ്ത അവർ നിലകൊള്ളുന്നത് സുന്നത്തി ജമാഅത്തിന്റെ ആശയമാണ്. അതുകൊണ്ട് നിലനിൽക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെ അവഹേളിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കോ ആണ് ചില ആളുകളുടെ കാര്യമെങ്കിൽ അതിനെ നോക്കി കാണേണ്ടതുണ്ട്. അത് ഈ സന്ദർഭം അതിന് അനുയോജ്യമായതാണ്. കാരണം ഒരു പാഠം
പഠിക്കുക, അല്ലെങ്കിൽ ഒരു പരാജയത്തിലൂടെ ഒരു പാഠം പഠിക്കുകയാണെങ്കിൽ അതിനാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ആത്യന്തിക ലക്ഷ്യം പണ്ഡിത സഭയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, സമസ്തയുടെ ആശയം എന്ന് പറയുന്നത് വഹാബിസത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ വഖഫ് സ്വത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ പോലും ഈ വഹാബികൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുകയും അവർ ആളുകളെ തിരികെ കയറ്റുകയും മഹല്ലുകളിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ ചെല്ലുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ നമ്മളിപ്പോൾ ഈ മത്സര രംഗത്തും മറ്റുള്ളവർക്കുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരൊക്കെ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടും അവർ തെറ്റിപ്പിണങ്ങുന്ന സമയത്ത് എന്താ തൗഹീദ് പറഞ്ഞു, അള്ളാനെ പറഞ്ഞു, പലതൊക്കെ ഇങ്ങനെ പഠിക്കണം, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അടികൂടും 8-10 ഗ്രൂപ്പായിട്ട്. അപ്പൊ അവരെ ഒന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന കുറെ ആളുകളുണ്ട്, സ്ഥാനാർത്ഥി നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വിജയമാണ് ഇവർ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കലല്ല ചെയ്യുന്നത്. അപ്പം വോട്ടർമാർ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ 2 കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഫാഷിസം, അത് നമ്മുടെ രാജ്യത്തിന് ആരൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നുവോ അവരെ കണ്ടറിയുക, അല്ലെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ ആ സംവിധാനങ്ങളോ സ്ഥാനാർത്ഥിയോ ആരാണോ അവരെ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുക. മറ്റൊന്ന് സുന്നി ആശയങ്ങൾക്ക് അനുകൂലമായിട്ട് ആരൊക്കെ നിൽക്കുന്നുവോ അവരുടെ സമ്പത്ത്, അവരുടെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് എല്ലാവിധ കാര്യങ്ങൾ ചെയ്തിരുന്ന സർക്കാരോ അതിന്റെ പാർട്ടിയോ സംവിധാനങ്ങളോ നേതാക്കളോ ആരാണോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമ്മതിദാന അവകാശം നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ഒരു വേള ചിന്തിക്കുക, ഈ രാജ്യത്ത് ഈ നാട്ടിൽ നിലനിൽക്കേണ്ടത് എന്താണോ അതിനെ മാത്രമേ നിലനിർത്താവൂ. അതല്ലാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ആളുകളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് കൂടിയിട്ടുള്ള ഒരു ഓർമ്മ നമുക്ക് നല്ലതാണ്.